ഇന്ന് ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ അകത്ത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കണം. ഹാലലൂയ. കർത്താവിന് മഹത്വം, സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ നല്ല വചനം ശ്രദ്ധയ്ക്കെടുക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14 തൊട്ടുള്ള വാക്യങ്ങളാണ്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു വചനഭാഗം തന്നെയായത്. ഹല്ലേലൂയ. മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് നമ്പേഴ്സ് 14 ഓൺവേർഡ്സ്. അപ്പം 14-ാം വാക്യം പറയുന്നു, യേശു കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, the farmer plants seed. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, the farmer plants seed by taking God's word to others. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. ആമേൻ. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. ഹല്ലേലൂയ. കൃഷിക്കാരനെ കുറിച്ച് പറയുക, കൃഷിക്കാരൻ വചനം വിതയ്ക്കുന്നു, അവന്റെ ഉത്തരവുള്ളവരിലേക്ക് കൊണ്ടുവന്നു. സീസൺ നോക്കുന്നില്ല, സമയം നോക്കുന്നില്ല, വേനൽക്കാലമാണോ മഴക്കാലമാണോ എന്തുവാ എന്നൊന്നും നോക്കുന്നില്ല. അപ്പം കർത്താവിന്റെ വചനം അല്ലെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കുന്നത്, ഹല്ലേലൂയ, നമ്മളെ ഓരോരുത്തരെയും, ഹല്ലേലൂയ, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാ. ആർക്കും യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റത്തില്ല, ഓ വചനം മറ്റുള്ളവരോട് പറയാൻ, ഓ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനല്ലേ, അത് ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞങ്ങളെ അതിനു വേണ്ടി വിളിച്ചിട്ടില്ല, അതിന് നിയമിക്കപ്പെട്ട ആൾക്കാരുണ്ട്, ചെയ്തോളൂ, മറ്റുള്ളവരൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കാനുള്ളതല്ല. സകലരോടും, യേശുവിലാവുന്ന സകലരോടും യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി ഹല്ലേലൂയ എൻ്റെ സാക്ഷികളാകുവിൻ എന്ന് പറഞ്ഞാൽ ഒരു പിടി വിത്തും എടുത്തോണ്ട് പോയി ഹല്ലേലൂയ പലയിടങ്ങളിൽ ചെന്ന് എടുത്തോണ്ട് പോയി ഹല്ലേലൂയ പലയിടങ്ങളിൽ ചെന്ന് ഈ വിത്ത് വെതറാനെന്ന കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കൃഷിക്കാരൻ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ തൻ്റെ വചനം കൊണ്ടുപോയി മറ്റുള്ളയിടങ്ങളിൽ ഇടും. എന്നിട്ട് ഈ വീഴുന്ന വിത്ത് അല്ലെങ്കിൽ ഈ വചനത്തിനെ കുറിച്ച് പറയുന്നു, സ്തോത്രം, പോയി ഫുട്പാത്തിൽ വീണു. എന്നിട്ട് 16-ാം വാക്യത്തിൽ വിത്ത് പോയി 15 the seed that fell on the അപ്പം വചനം ചെന്ന് വഴിയരികത്ത് വീണു. 16-ാം വാക്യം വചനം ചെന്ന് 16-ാം വാക്യം the seed on the rocky soil, പാറസ്ഥലത്ത് വീണു. അപ്പം പാറസ്ഥലമുണ്ട്, അല്ലെ വഴിയരികുണ്ട്, പാറസ്ഥലമുണ്ട്. പിന്നെ അതിന്റെ 18-ാം വാക്യത്തിനകത്ത് മുള്ളുകളുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് 20-ാം വാക്യത്തിനകത്ത് നല്ല നിലമുണ്ട്. അപ്പൊ 4 തരം ഹല്ലേലൂയ മണ്ണിനകത്തേക്ക് ഈ വിത്ത് വീണു. വിത്ത് ഒന്ന് തന്നെയാ, വചനമായ വിത്ത് ഒന്ന് തന്നെയാ, യേശു കർത്താവിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിട്ട് ഇത് വിളമ്പാൻ കൊണ്ടുപോയ കൃഷിക്കാരനുണ്ട്. ഹല്ലേലൂയ. ഈ കൃഷിക്കാരൻ പോയി സമയം നോക്കുന്നില്ല, കാലം നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, താൻ പോയി വിതച്ചോണ്ടേ ഇരിക്കുക, വചനം വിതച്ചോണ്ടേ ഇരിക്കുക. പക്ഷെ ഈ വചനം വീഴുന്നത് 4 തരം നിലത്താ. വചനം വീഴുന്നത് 4 തരം നിലത്താ വീഴുന്നത്. വഴിയരികത്ത്, പാറക്കല്ലിന്റെ ഇടയില്, ഹല്ലേലൂയ, മുള്ളുകളുടെ ഇടയില്, ഹല്ലേലൂയ, നല്ല മണ്ണിനകത്ത്. അപ്പം ഇന്ന് നമ്മള് വചനം എവിടൊക്കെ ചെന്ന് വീഴുന്നു, ഹല്ലേലൂയ, മണ്ണ് പലതരത്തിലുള്ള മണ്ണ് ഉണ്ടല്ലേ. ഒടുവിൽ പറയുന്നു നല്ല മണ്ണും ഉണ്ടെന്ന്. ചില മണ്ണ് വീണ വചനത്തിനെ ഞെരുക്കി കളയുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഈ 4 മണ്ണും 4 തരം ഉള്ള ആൾക്കാരെ കുറിച്ച്, ചില ആൾക്കാര് കല്ലായ ഹൃദയമായിരിക്കും, ചില ആൾക്കാർ നല്ല നിലമായിരിക്കും എന്നൊക്കെ പക്ഷെ ചില സമയങ്ങളിൽ ഹല്ലേലൂയ നമ്മള് ഒരേ ഒരു വ്യക്തിക്ക് തന്നെ പല സമയങ്ങളിൽ നല്ല മണ്ണായി തീരാൻ പറ്റും. കല്ലുപോലെ ചില ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം അടച്ചു വെക്കും. എന്നിട്ട് പറയും, എനിക്കത് കേൾക്കാൻ പറ്റുന്നത് ചിലപ്പം
മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെ കുറിച്ചായിരിക്കും, ക്ഷമിക്കുന്നതിനെ കുറിച്ചായിരിക്കും. ആൾക്കാർ ചിലപ്പം പറയും എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് അവരെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എനിക്ക് അവർ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എനിക്ക് അവരോട് എനിക്ക് നോ നോ നോ, ഈ ആയുസ് മൊത്തം ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കും അല്ലേ. അപ്പൊ എല്ലാ വിധത്തിലും നല്ല 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 മണ്ണായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, ആരാധിക്കും, ദശാംശം കൊടുക്കും, എല്ലാം 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 ചെയ്യും. പക്ഷേ മറ്റുള്ളവരോട് ക്ഷമതിലും വിട്ടു കൊടുക്കുന്നതിലും തെറ്റുകൾ, മറ്റുള്ളവരുടെ തെറ്റ് മറന്നു കളഞ്ഞ് അവരെ സ്നേഹിക്കുന്നതിലും ഒരു എന്താ പറയുന്നേ, പാറപ്പുറത്തിന്റെ അനുഭവമുള്ളവരായിരിക്കും. അപ്പം മണ്ണ്, ഹല്ലേലൂയ, നമ്മൾ ഓരോ സമയം കൊണ്ടുപോയി ഒരു ചെടി ഓരോ സമയം കൊണ്ടുപോയി എങ്ങനെ എവിടെ വെക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ഹൃദയം. ഹല്ലേലൂയ, ഓരോ സമയങ്ങളിൽ, ഓരോ കാലഘട്ടങ്ങളിൽ, ഓരോ സീസൺസിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഏത് തരം മണ്ണായിരിക്കും, എവിടെ ആയിരിക്കും നമ്മളെ തന്നെ പ്ലാന്റ് എന്നനുസരിച്ചിരിക്കും ഹല്ലേലൂയ നമ്മളിൽ നിന്ന് പ്രതിഫലം പുറത്തു വരുന്നേ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിലും നല്ല മണ്ണിന്റെ സ്വഭാവം കാണും, പക്ഷെ ബാക്കി ചില മേഖലകളിൽ വിട്ടുകൊടുക്കത്തില്ല, സമ്മതിക്കത്തില്ല, കഠിനമായി ഇരിക്കും. ഓരോ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഓരോ സ്വഭാവങ്ങളും നമ്മൾ കാണിക്കുന്ന അനുസരിച്ചിരിക്കും നമ്മളിൽ നിന്ന് ഫലം പുറത്തു വരുന്നത്. ഹല്ലേലൂയ. നമ്മളെ ഈ മണ്ണുമായിട്ടൊക്കെ നമ്മളുടെ ജീവിതവും നമ്മളുടെ ആ കാഴ്ചപ്പാടിനെയൊക്കെ ഉപമിച്ചാൽ, ഹല്ലേലൂയ, മണ്ണ് അല്ലെങ്കിൽ ഹല്ലേലൂയ, മണ്ണ് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നത്, നമ്മളൊരു വലിയൊരു ഇപ്പം നല്ല മണ്ണിന്റെ സ്വഭാവം കാണിക്കുവാണെങ്കിൽ നമ്മളൊരു ചെറിയ ഒരു ചട്ടിക്കകത്തും ഇരിക്കാം, വലിയൊരു പാത്രത്തിനകത്തും മണ്ണായിട്ടിരിക്കാം, അല്ലെങ്കിൽ നിലത്ത് മണ്ണായിട്ടിരിക്കാം. വിത്ത് നമ്മളുടെ അകത്ത് വീഴുന്ന അനുസരിച്ച് ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ ഫേസിലും ഓരോ കാലഘട്ടത്തിലും നമ്മൾ പാറക്കല്ലിനെ പോലെ ഇരിക്കും, നല്ല നിലം പോലെ ഇരിക്കും, പല വിധത്തിൽ, അല്ലെങ്കിൽ മുള്ളും ഞെരിഞ്ഞിലും പോലെ ഇരിക്കും അല്ലെ. ചില സീസണിൽ നമ്മളുടെ അകത്തേക്ക് ദൈവവചനം വീഴുമ്പോൾ നമ്മൾ പറയും, ഓ ഞാൻ ഭയങ്കര ബിസിയാണ്, ധ്യാനിക്കാനൊന്നും പറ്റിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര ബിസിയാ. അപ്പം നല്ല വിത്താ നമ്മളിലേക്ക് വീണത്, പക്ഷേ ജീവിതത്തിന്റെ ആ കാലഘട്ടത്തില് നമ്മള് മുള്ളു നിറഞ്ഞ് ഒരു നിലം പോലെ നമ്മളുടെ സ്വഭാവമായി തീർന്നു. നമ്മൾ പറയും, ഓ നോ 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 നോ, എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിൻ്റെ ഇടയിലൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ പറയും പഴയതുപോലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. മുള്ളെല്ലാം ഈ വീണ വിത്തിനെയൊക്കെ ഞെരുക്കി കളഞ്ഞ് ദൂരെ കളയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ എവിടാണോ നമ്മൾ പ്ലാന്റഡ് ആയിരിക്കുന്നത്, നമ്മളൊരു വിശാലമായ ഒരു ഇതായെങ്കിൽ നമ്മളിൽ വീഴുന്ന വിത്ത് നന്നായി വളർന്ന് കയറി വരും. ഹല്ലേലൂയ. പക്ഷെ നമ്മള് പാറയിടങ്ങളില് അല്ലെങ്കിൽ മുള്ളിന്റെയും ഞെരിഞ്ഞിലിന്റെയും ഇടയില ഈ വിത്തിനെ വീഴാൻ അനുവദിക്കുന്നെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ കഷ്ടപ്പാടിൽ ഫോക്കസ് ചെയ്യുന്നു, നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഫോക്കസ്ഡ് ആണ്, നമ്മൾക്ക് നാളെ കൊടുക്കേണ്ട അസൈൻമെന്റിൽ ഫോക്കസ്ഡ് ആണ്, എനിക്ക് ആ പ്രോജക്റ്റ് ഉണ്ട്, ഈ പ്രോജക്റ്റ് ഉണ്ട്, ഇതൊക്കെ തീർക്കണം, അതിൽ ഫോക്കസ്ഡ് ആണ്. ഹല്ലേലൂയ. ഈ വീണ വിത്തിന് വളർന്ന് കയറി വരാൻ പറ്റത്തില്ല. നമ്മൾ കേൾക്കുന്ന വചനമായ വിത്തിന്, അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്ന വിത്തിന് വളർന്നു കയറി വരാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനം എല്ലാം സത്യമായ കർത്താവിന്റെ വചനമാണ്, പക്ഷെ എത്രത്തോളം നമ്മുടെ ഉള്ളുകളെ നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും, എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും ഞാൻ നല്ല മണ്ണായി തീരാം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം എന്നിലേക്ക് വീഴുന്നത് ഞാൻ അതിനെ സ്വീകരിക്കും. ഹല്ലേലൂയ. വചനം ധ്യാനിക്കണം, വചനം ഇന്ന് പറഞ്ഞേ ഞാനൊരു നല്ല നിലമായി തീരും. ഹല്ലേ, എന്നൊന്ന് വാ തുറന്ന് പറഞ്ഞേ ഞാനൊരു നല്ല നിലം ആയി തീരും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് എത്ര കാര്യങ്ങൾ ചുറ്റിനും കിടപ്പുണ്ടേലും വചനം ധ്യാനിക്കണം,
വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ നമ്മൾ തന്നെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വചനം കേട്ട വചനം അതിനെ അന്നേരം ആ ഒരു അരമണിക്കൂർ ഇരുന്നു കേട്ടു പ്രാർത്ഥിച്ചു തീർന്നു അതല്ല, ഏറ്റെടുത്തു അതിനെ എനിക്ക് വിടുതലുണ്ട് എന്ന് പറഞ്ഞു അത് മാത്രമല്ല, പക്ഷെ ആ വചനത്തിനെ ഇങ്ങനെ എനിക്ക് വിടുതലുണ്ട് എന്ന് പറഞ്ഞു അത് മാത്രമല്ല, പക്ഷെ ആ വചനത്തിനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിനെ ധ്യാനിക്കണം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വീഴുന്ന വചനം, നമ്മുടെ ഹൃദയത്തിനകത്ത് 150 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വചനത്തിന് അവിടെ എങ്ങും വേര് പിടിക്കാൻ ഇടമില്ല. ഹല്ലേലൂയ. ഈ വീഴുന്ന വചനം നമ്മൾക്ക് മറ്റാരെങ്കിലോടും കയ്പുണ്ട്, വെറുപ്പുണ്ട്, ഇഷ്ടക്കേടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആ വചനം നമ്മൾ ചിന്തിക്കോ ഇതെന്തുവാ ഇത് ഞാൻ കേൾക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഹൃദയം ഹല്ലേലൂയ കല്ല് പോലെ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. ഈ പാറപ്പുറത്തേക്ക് വീഴുന്ന വചനം കല്ല് പോലെ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. ഈ പാറപ്പുറത്തേക്ക് വീഴുന്ന വചനം അത് എങ്ങും കേറത്തില്ല. വചനം കേൾക്കാമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. പുറത്തെ കാതുകളും കൊണ്ട് വചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, പക്ഷേ ജീവിതത്തിനകത്ത് ഒരു ക്രിയയും അത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഓരോ വചനവും കേൾക്കുമ്പോൾ ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഓരോ വചനവും കേൾക്കുമ്പോൾ ഉള്ളിനകത്തുനിന്ന് ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ എന്താ ഈ പറയുന്നേ, ഇങ്ങനെയൊക്കെ എന്തുവാ, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാതൊക്കെ എനിക്ക് അനുഗ്രഹം നേടാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിൽ പാറപ്പുറത്ത് വീഴുന്ന നല്ല വിത്തായി തീരും. വിത്ത് നല്ലതാ, വിത്തിന് കേടൊന്നും വെച്ചു ഹല്ലേലൂയ. കല്ല് പോലെ ആക്കി വെക്കുമ്പോൾ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചില കൃഷിക്കാരുണ്ട്, ആ കൃഷിക്കാരങ്ങനെ വിതച്ചോണ്ടേ ഇരിക്കും, പക്ഷേ നിലമൊന്നും നല്ലതല്ലെങ്കിൽ, നിലം കല്ല് പോലെ ഇരിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ആ വചനം എങ്ങും കേറി ചെല്ലത്തില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ലൂയ, ആ വചനം എങ്ങും കേറി ചെല്ലത്തില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ തന്നെയാ. ഇത് വചനം വിളിച്ചു പറയുന്നേ. ചിലവര് നാളുകൾ വചനം കേട്ടോണ്ടിരിക്കും, അവരിങ്ങനെ ഓരോ മീറ്റിങ്ങിന്ന് വേറൊരു മീറ്റിങ്ങിന്ന് ചാടിക്കൊണ്ടേയിരിക്കും. ഒരിടത്ത് കയറി വചനം കേൾക്കും, അടുത്തടുത്ത് കയറി കേൾക്കും, പിന്നെയും വേറെ ഇടത്ത് കേൾക്കും, ഇങ്ങനെ കേട്ട് ഓടി 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 കേട്ട് കേട്ട് പോകും. പക്ഷേ ആ വചനം അവരുടെ ജീവിതത്തിൽ ഒരു ക്രിയയും ചെയ്യത്തില്ല. എന്നുവെച്ചാൽ എന്താന്ന് വെച്ചാൽ അവര് ആ വചനം നല്ല നിലത്ത് വീഴാൻ അനുവദിച്ചില്ല. അല്ലേ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവേ എൻ്റെ ഹൃദയം എപ്പോഴും എൻ്റെ ജീവിതം, എൻ്റെ സ്റ്റൈൽ എപ്പോഴും നല്ല നിലം പോലെ ആയിരിക്കണം. തീർച്ചയായിട്ടും വചനം വീഴുന്ന ഇടങ്ങളിൽ വചനം ഫലം കായ്ക്കും. വചനത്തിനെ കുറിച്ച് പറയുന്നത് വചനം പോയി അതിൻ്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ. വചനം അതിൻ്റെ ക്രിയ ചെയ്യും. ജീവനുള്ള വചനമാ. ഹല്ലേലൂയ. ഫലം വചനമാ, വിടുതൽ കൊണ്ടിരുന്ന വചനമാ. സ്തോത്രം. വചനം കൂടുതൽ ഇന്ന് കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്തൊക്കെ വചനം കൂടുതൽ ക്രിയ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? വെറുതെ കേൾക്കുന്ന കേൾവിക്കാരാകല്ല്. ഒരു നോട്ട്ബുക്കൊക്കെ കയ്യിൽ വെക്കണം. ഹല്ലേലൂയ. വചനത്തിന്റെ റെഫറൻസ് ഒക്കെ എഴുതിയെടുക്കണം. എത്ര പഴക്കം വന്നണം, എത്ര പഴക്കം വന്നവരാണെങ്കിലും ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചിലപ്പം വചനമൊക്കെ കഴിഞ്ഞ 30 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ 50 വർഷമായിട്ട് കേൾക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 4 വർഷമായിട്ട് കേൾക്കുന്നവരായിരിക്കും. ഒരു വിഷയവുമില്ല. പക്ഷെ ആ വചനം കേൾക്കുന്ന ഒരു നോട്ട്ബുക്കൊക്കെ കയ്യിൽ വെച്ചിട്ട് ഒന്നാ കേൾക്കുന്ന വചന ശുശ്രൂഷയ്ക്കകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് ഹൃദയത്തെ സ്പർശിച്ചോ, ആ വാക്ക് എഴുതി ഒന്ന് വെക്കണം. അല്ലെ, എന്താണ് ആ പറഞ്ഞത്, ഞാനതൊന്ന് എഴുതി വെക്കട്ടെ. എന്നിട്ട് ഹല്ലേലൂയ എപ്പോഴെങ്കിലും ഒന്ന് സമയം കിട്ടുമ്പോൾ വീണ്ടും ആ വചനത്തേലൊന്ന് നോക്കണം. ഹല്ലേലൂയ. ആ വചനം ഒന്ന് ഇങ്ങനെ ഹൃദയത്തിനകത്ത്, ആ വചനം ഒന്ന് ഇങ്ങനെ ഹൃദയത്തിനകത്ത് അത് അനുഭവിക്കണം. അത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ആ വചനത്തിനെ ഒന്ന് നോക്കുന്നത് ഹൃദയം ഒന്ന് അനുവദിക്കണം. കേൾക്കുന്ന എല്ലാ വചനത്തിനും കർത്താവിനോട് പറയണം, കർത്താവെ ഞാൻ എൻ്റെ ഉള്ളിനെ ഞാൻ തുറന്നു തരുക. വചനം കേൾക്കുന്ന വചനം അതിനകത്തെ നന്മകളെല്ലാം തുറന്നു തരുക. വചനം കേൾക്കുന്ന വചനം അതിനകത്തെ നന്മകളെല്ലാം എൻ്റെ അകത്തേക്ക് വരാൻ, ഞാൻ അതിനെ സ്വീകരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇന്ന് ഏതെങ്കിലും മേഖലയുണ്ട് ഞാൻ ഹല്ലേലൂയ എല്ലാത്തിലും അനുസരിക്കുന്ന, എല്ലാത്തിലും
നല്ല നല്ല നിലമ. പക്ഷെ ചില കാര്യങ്ങളൊക്കെ വചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ, ഓ ഞാൻ അങ്ങനെ അറിയുന്ന മേഖലകളുണ്ടെങ്കിൽ ഹാലലൂയ കർത്താവിനോട് പറയണം, കർത്താവെ ആ മേഖലയിൽ എൻ്റെ ഉള്ളിനെ ഒന്ന് ഹാലലൂയ നല്ല നിലമാക്കി തീർക്കണം. ഹാലേ മിക്കവരും ഹൃദയമൊക്കെ ഒന്ന് അടച്ച് പാറക്കല്ല് പോലെ ഹൃദയമാക്കി വെക്കുന്ന മേഖലകളുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറയുന്നിടത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറയുന്നിടത്ത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ പറയുന്നിടത്ത്, അല്ലെങ്കിൽ സ്നാനത്തിനെ കുറിച്ച് പറയുന്നിടത്ത് ഒക്കെ പെട്ടെന്ന് ഹൃദയം എങ്ങനെയായി തീരും? കല്ലായ ഹൃദയമായി, അല്ലെങ്കിൽ കല്ല് പോലെ നിലം, ഹൃദയമായ നിലം കല്ല് പോലെ ആയിത്തീരും, പാറപ്പുറം പോലെ ആയിത്തീരും. എന്താ വെച്ചാല് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഞാൻ, പക്ഷെ കർത്താവ് നോക്കുന്നത് എന്തുവാ? നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ അന്നം എന്ത് ചെയ്തു? കേട്ട വചനത്തിനെ സ്വീകരിച്ചു. ഹല്ലിയ അനുസരണം കാണിച്ചു. ഹല്ലിയ ഒരു മഴ പെയ്ത് കിടക്കുന്ന നിലം പോലെ ഹല്ലേലൂയ അതിനെ അങ്ങ് സ്വീകരിച്ചു. സ്വീകരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹല്ലിയ ആ അനുസരിച്ചപ്പം, പ്രതികരിച്ചപ്പം, നല്ല നിലം എന്താ ചെയ്തത്? പ്രതികരിച്ചു. വിത്ത് വന്ന് വീണപ്പോൾ പ്രതികരിച്ചു. പ്രതികരിച്ചത് ആ നിലം തുറന്നു കൊടുത്തു വിത്ത് വന്ന് വീഴുവാൻ. എന്നിട്ട് വിത്തിന് വളരുവാൻ നല്ല എൻവയറൻമെന്റ് കൊടുത്തു, നല്ല സാഹചര്യം കൊടുത്തു. ഹല്ലിയ ആ നല്ല മണ്ണ് ചെയ്തത് അതാണ്. ഹല്ലിയ വീണ വിത്തിന് വളരുവാൻ സാഹചര്യം കൊടുത്തു, ഇടം കൊടുത്തു. ഹല്ലേലൂയ. ഇനി നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും വീഴുന്ന വചനം, അതിനെ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഹല്ലേലൂയ അതിന് വളരുവാൻ ഇടം കൊടുക്കണം. സ്തോത്രം. അതിന് മഴ അതിൻ്റെ മേലിൽ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിനോട് പറയണം, കർത്താവെ ഞാൻ ഇന്ന് ഇങ്ങനെ വചനം കേട്ടു, എൻ്റെ അകത്ത്, എൻ്റെ എല്ലുകൾക്കകത്ത്, എൻ്റെ മാംസത്തിനകത്ത്, എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ചിന്തകൾക്കകത്തേക്ക് ഞാൻ കേട്ട വചനം ഒന്ന് കയറി ചെല്ലട്ടപ്പാ. ഹല്ലേലൂയ. അതതിൻ്റെ ക്രിയ ഒന്ന് ചെയ്യട്ടെ. ഞാൻ നിന്നു കൊടുക്കുന്നു എൻ്റെ ജീവിതത്തിനകത്ത് വചനം ക്രിയ ചെയ്യാൻ. ഹല്ലേലൂയ. ബൈബിളിനകത്ത് യേശു കർത്താവ് പറഞ്ഞ്, അപ്പസ്തലന്മാര് പറഞ്ഞ്, അതേ തത്വം പ്രകാരം, അതേ തിയോളജി പ്രകാരം കേൾക്കുന്ന വചനം ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ച് വചനം ക്രിയ ചെയ്യാൻ അനുവദിക്കാമെങ്കിൽ നമുക്ക് നൂറുമേനി ഫലം കായ്ക്കാം. ഹല്ലേലൂയ. നമ്മൾ ഇടുന്ന വിത്ത്, സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് വീഴുന്ന വിത്ത്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹൃദയമായ നിലത്തിനെ നമുക്ക് ഒരു സ്പൂണിനകത്ത് മണ്ണ് വെച്ചാല് ആ മണ്ണിനകത്തേക്ക് ഒരു നമ്മുടെ ഹൃദയത്തിനകത്ത് നല്ല നിലമാ. നമ്മൾ പറയും, എൻ്റെ ഹൃദയം നല്ല നിലമാ, ഞാൻ കേൾക്കുന്ന വചനമെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, വീഴുന്ന വചനം നല്ല വിത്തില, നല്ല മണ്ണിലാ വീഴുന്നേ. പക്ഷെ നമ്മുടെ ഹൃദയം ഒരു സ്പൂണിന്റെ വലുപ്പമാണെങ്കിൽ നമ്മുടെ ഹൃദയം ഒരു സ്പൂണിന്റെ വലുപ്പമാണെങ്കിൽ ആ വിത്ത് വളർന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് വാടിപ്പോകും. അതിൻ്റെ അധികം ഒന്നും പുറത്തോട്ട് വരത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഒരു സ്പൂണല്ല, ശരി ഞാൻ പറയുക, സ്പൂണിന്റെ വലിപ്പമല്ല, പക്ഷെ ഒരു നല്ല ഒരു 5 ലിറ്റർ ബക്കറ്റിന്റെ വലിപ്പമുണ്ട് എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ, ഒരു 5 ലിറ്ററിന്റെ മണ്ണിനകത്ത് ഒരു വലിയൊരു വൃക്ഷത്തിന് അതിൻ്റെ അരി വന്ന് വീണിട്ട് അത് ഒരു കുറച്ച് വരെയും വളരും. എന്നിട്ട് ചില ബോൺസായി വൃക്ഷങ്ങൾ പോകും. അതിൻ്റെ വളർച്ച, അല്ലെങ്കിൽ ആ ചെടി ഒരു ഊറ്റൻ വൃക്ഷം കൊണ്ടെന്ന് അതിൻ്റെ വിത്ത് കൊണ്ടെന്ന് ഈ ഒരു 5 ലിറ്റർ കൊള്ളുന്ന ഒരു ബക്കറ്റിനകത്ത് കൊണ്ടിട്ടാല് തോന്നുന്നുണ്ടോ അത് അധികം വളരുമെന്ന്? അതൊരു എത്രയോ അടിപ്പൊക്കവും എത്രയോ വീതിയും ഒക്കെ ആയിത്തീരേണ്ട മരമാ. അതിൽ നിന്ന് ഒരുപാട് ശാഖകളൊക്കെ പൊട്ടി പുറത്തു വരേണ്ട ഒരു മരമാ. പക്ഷെ നമ്മുടെ ഹൃദയം ഒരു സ്പൂണിന്റെ വലിപ്പമോ ഒരു 5 ലിറ്റർ ബക്കറ്റിന്റെ വലിപ്പമോ ഒക്കെ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എന്ത് പറ്റും? ഈ വിത്ത് നല്ലതാ, നല്ല ക്വാളിറ്റി വിത്താ. ഹല്ലേലൂയ. അത് വളർന്ന് വലുതായി പന്തലിച്ച് അനേകർക്ക് തണല് കൊടുക്കുന്ന ഒരു മരമാ അത്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഹൃദയമായ
നമ്മുടെ ഹൃദയം ഹല്ലിയ ഒരു സ്പൂണിന്റെ വലുപ്പമോ ഒരു 5 ലിറ്റർ ബക്കറ്റിന്റെ വലുപ്പമോ ഒക്കെ ആണെങ്കിൽ അത്രത്തോളമേ വളരാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഹൃദയമായ സ്തോത്രം ഹാലലുയ്യ, ഇത് അതിരില്ലാത്ത വണ്ണം വിശാലമായി തുറന്നു കിടക്കുവാണെങ്കിൽ, കർത്താവെ വചനം എത്ര ഇട്ടോ ഞാൻ അതിനെ സ്വീകരിക്കാം, ആ വചനം പറയുന്നത് പോലെ ഞാൻ നിന്ന് തരാം. ഹല്ലിയ, പ്രാർത്ഥനയാലും ഉപവാസത്താലും ഹാലലുയ്യ, ഞാൻ സ്തോത്രത്താലും സ്തുതികളാലും അങ്ങാലും ഞാൻ ഈ വചനത്തിനെ സ്വീകരിക്കാം. ഇതിന് ഈ വചനം ക്രിയ ചെയ്യാൻ ഞാൻ ഇടം കൊടുക്കാം. എൻ്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയുണ്ടോ അങ്ങക്ക് വിട്ടുതരാത്ത മേഖല, അതെല്ലാം ഞാൻ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ നിന്നെല്ലാം മാറ്റിക്കളയാം. ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ ഹിതപ്രകാരം നിന്ന് തരാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ ഹിതപ്രകാരം നിന്ന് തരാം എന്ന് പറഞ്ഞ് വിശാലമായ ഒരു നല്ല ഇടം ഈ വചനത്തിന് ക്രിയ ചെയ്യാൻ നമ്മൾ കൊടുക്കാമെങ്കിൽ, ഈ വചനം വളർന്ന് 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 ഹല്ലേലൂയ ഊറ്റം വൃക്ഷം പോലെ വളർന്ന് ശാഖകളൊക്കെ ഇതിനകത്തുനിന്ന് പൊട്ടി പുറത്ത് വന്ന് ഇത് ഫലം കായ്ച്ച് ശാഖകളിലൊക്കെ കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ നാം അനേകർക്കൊരു അനുഗ്രഹമായി തീരും. അല്ലെ, ആദ്യ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥന മേടിച്ചെങ്കിൽ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ അടുക്കിലേക്ക് അനേകർ വന്നിട്ട് പറയും, ഒന്നൊരു വാക്ക് പ്രാർത്ഥിച്ചേ, ഒന്ന് ഞങ്ങൾക്ക് ഉപദേശം തന്നേ, ഒന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്ന് ഇടപെട്ടേ, ഞങ്ങളെ ഒന്ന് കൗൺസിൽ ചെയ്തേ തന്നേ, ഒന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്ന് ഇടപെട്ടേ, ഞങ്ങളെ ഒന്ന് കൗൺസിൽ ചെയ്തേയോ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നോക്കിക്കേ, കൃഷിക്കാരൻ വിത്ത് വിതച്ചു, എവിടുന്നു നോക്കിയേ നമ്മൾ വചനം കേട്ടു. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് കാലഘട്ടങ്ങൾക്കകത്ത് നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ ഓരോ ടീച്ചിങ്സിലും കടന്നു പോയപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ ഓരോ ടീച്ചിങ്സിലും ഓരോ വചനത്തിലും നമ്മൾ കേട്ടതിലും ഒക്കെ ഹല്ലേലൂയ നമ്മൾ നല്ല നിലമായി തീർന്നോ, അതോ നമ്മൾ ഒരു ചെറിയ ഇടുക്കം ഉള്ള അല്ലെങ്കിൽ പാറപ്പുറത്ത് ഒക്കെ വീഴുന്ന ആ ഒരു പാറപ്പുറം പോലെയൊക്കെ ആയി തീർന്നോ എന്ന്. ഹല്ലേലൂയ, വചന ഭാഗങ്ങൾക്കകത്ത് ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ, കിങ്ഡം പ്രിൻസിപ്പിൾസ്, ദൈവരാജ്യത്തിനകത്തെ ഉപദേശങ്ങൾ എനിക്ക് വേണ്ട, ഹല്ലേലൂയ അതൊന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് അതിൻ്റെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ ക്രിയ ചെയ്യട്ടെ. ഇന്ന് പറഞ്ഞേ, ഞാനൊരു നല്ല നിലമ. ഹല്ലേലൂയ, ഇന്നിപ്പോൾ കർത്താവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ചില മേഖലകളിലൊക്കെ ഞാൻ നല്ല നിലമല്ലാത്ത അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ, ചിലപ്പം ദൈവത്തിന് കൊടുക്കുന്നതിനെ കുറിച്ചായിരിക്കും, ദൈവ വേലയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച്, ചിലപ്പം മറ്റുള്ളവരെ, ചിലപ്പം ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചുള്ളൊരു മേഖലയായിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുടുംബ ജീവിതത്തിനകത്തും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്നൊരു വിട്ടുവീഴ്ച ചെയ്ത് ആ സ്നേഹത്തിൽ നടക്കുന്നതിന് തടസ്സമായതൊക്കെ കാണും. ചിലപ്പം എല്ലാ വിധത്തിലും നല്ല വ്യക്തിയായിരിക്കും, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ദേഷ്യം ഒതുക്കാൻ പറ്റാത്ത ഒരു മേഖല കാണും. ഹല്ലേലൂയ, എവിടാണോ ആ ഒരു ദൈവത്തിന്റെ വചനത്തിന് കയറി ക്രിയ ചെയ്യാൻ പറ്റാത്ത ഉള്ളത്, ഇന്ന് ആ മേഖലകളൊക്കെ ഒന്ന് കർത്താവിനൊന്ന് വിട്ടുകൊടുത്തേ. ഹല്ലേലൂയ, പറഞ്ഞേ, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് എല്ലാ മേഖലയും നല്ല നിലമായി തീരട്ടെ. പറഞ്ഞേ, പരിശുദ്ധാത്മാവെ എനിക്ക് 100 മേനി ഫലം കായ്ക്കണം. എൻ്റെ ജീവിതത്തിനകത്ത് വിട്ടുകൊടുക്കാത്ത ഇടങ്ങളുണ്ടെങ്കിൽ സഹായിക്കണം. എനിക്ക് വിട്ടുതന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളൊന്ന് തുറന്ന് എനിക്ക് 100 മേനി ഫലം കായ്ക്കണം അപ്പ. ഹല്ലേലൂയ, ഇന്ന് കർത്താവ് സഹായിക്കട്ടെ, ഇന്ന് ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, കർത്താവിൻ്റെ നല്ല വചനം ഹല്ലേലൂയ ഹൃദയങ്ങൾക്കകത്ത് രൂപാന്തരങ്ങൾ കൊണ്ടുവരട്ടെ, 100 മേനിക്കാൻ ഇടയാവട്ടെ. നമ്മൾ ഓരോരുത്തരും പുതിയ നിയമ വിശ്വാസികളാ. ഹല്ലേലൂയ, പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടിയാ എഴുതി വെച്ചിരിക്കുന്നത് ലേഖനങ്ങളുമൊക്കെ. ഹല്ലേലൂയ, ചിലപ്പം വചനം വായിക്കുമ്പം ആ ഭാഗങ്ങളൊന്നും മനസ്സിലാവുന്നില്ലേ? ഹല്ലേലൂയ, എളുപ്പം ആ സങ്കീർത്തനങ്ങളൊക്കെ മനസ്സിലാകാൻ, പക്ഷെ ലേഖനങ്ങളും ഒക്കെ മനസ്സിലാകാൻ പറ്റുന്നില്ലേ? പക്ഷെ ലേഖനങ്ങളും ഒക്കെ മനസ്സിലാകാൻ പറ്റുന്നില്ലേ? കർത്താവിനോട് പറയണം, ഹല്ലേലൂയ, കർത്താവേ, എൻ്റെ ഉള്ളങ്ങളൊന്ന് തുറന്നു തരണം, എനിക്ക് വചനം ധ്യാനിക്കുന്നിടത്ത് എന്നെ ഒന്ന് മനസ്സിലാക്കി തരണം. ഹല്ലേലൂയ, നല്ല നിലമായി തീരുവാൻ, എൻ്റെ ഹൃദയം നല്ല നിലമായി തീരുവാൻ എന്നെ ഒന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവ് ജീവിതത്തിനകത്ത് ആ നന്മ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ബ്ലെസ് ചെയ്യുന്നപ്പ പ്രാർത്ഥിക്കുന്നു.